MM Nasir, Dean Kuriakos, Idiki Jilla President CP Matthew, Mata Burman Sri Ashokan, Mata Burmaniram Sri Viswanathan, AICC Burman Secretary, Sri Viswanathan, AICC Burman Secretary, Simati JB Metarimbi, Mata Sahadela Sabro Terry Surtakali. Rahul ji, last 4 days you were in the district. Now Alleppey is missing you. Last 4 days, your blessings, your presence, and your approach to this district people to us enormous, to us unparalleled. And the love you showered on us, we cannot forget till the death. Rahul ji, you are the expectation of this country. You are the dream of this country. You are holding the future of this country. Our sincere support, the support of Alleppey district and the support of the whole people of this district is with you. I would like to thank you again. I again saying that we are going to miss you, Rahul ji. We are going to miss you from tomorrow itself. ഞങ്ങൾ ഈ പരിപാടി 4 ദിവസത്തെ പരിപാടി അദ്ദേഹം യാത്ര ചെയ്ത 90 കിലോമീറ്ററുകളിലെയും 2 സൈഡിലും ഈ രാജ്യത്തെ പുരുഷാരം അദ്ദേഹത്തോട് കാണിച്ച കേരളത്തിലെ ജനങ്ങളുടെ അദ്ദേഹത്തോട് കാണിച്ച ആ സ്നേഹം, അദ്ദേഹത്തോടുള്ള അടുപ്പം, നെഹ്റു കുടുംബത്തോടുള്ള അടുപ്പം അത് അവിശ്വസനീയമാണ്, ഒരിക്കൽ അനുപമമാണ്. അങ്ങനെ എല്ലാ ആളുകളെയും അദ്ദേഹം അടുത്ത് വിളിച്ച് അവരോട് കുശലം പറഞ്ഞ് അവരുടെ പ്രശ്നങ്ങൾ കേട്ട് അവരുടെ ഹൃദയത്തിലേക്ക് ചെവി ചേർത്തു പിടിച്ച് അവരുടെ ഹൃദയസ്പന്ദനങ്ങൾ ഒപ്പിയെടുത്താണ് അദ്ദേഹം ഇവിടെ വന്നിരിക്കുന്നത്. അദ്ദേഹം ഈ രാജ്യത്തിന്റെ പരിച്ഛേദമായ 220 ഇന്ത്യയുടെ പരിച്ഛേദമായ ദേശീയ പദയാത്രികരുമായിട്ടും 125 കേരളത്തിലെ പദയാത്രികരുമായിട്ടാണ് കടന്നു വന്നത്. അവരെല്ലാവരെയും ആലപ്പുഴ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി ഒരിക്കൽ കൂടി ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നുള്ള അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ കടമയിലേക്ക് കടക്കുകയാണ്. ആരാധ്യനായ ഈ രാജ്യത്തിന്റെ പ്രതീക്ഷയായ, ഈ രാജ്യം വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ആരാധ്യനായ രാഹുൽ ജിയെ ഞാൻ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഹൃദയംഗമമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള എല്ലാ നേതാക്കളുടെയും പേര് ഞാൻ ആദ്യം പറഞ്ഞതാണ്, അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. ഈ നേതാക്കളെ എല്ലാവരെയും, ഇവിടെ കൂടിയിരിക്കുന്ന പുരുഷാരത്തിലെ എല്ലാ കോൺഗ്രസ് അനുഭാവികളെയും ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ സംഹരിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ഏതാനും വാക്കുകളിൽ അഭിവാദ്യം അർപ്പിക്കുവാൻ മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല ക്ഷണിക്കുന്നു. ആരാധ്യനായ നമ്മുടെ നേതാവ് ശ്രീ രാഹുൽജി, വേദിയിലെ നേതാക്കളെ, ആയിരങ്ങൾ പതിനായിരങ്ങളായി തടിച്ചുകൂടിയിരിക്കുന്ന സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, കന്യാകുമാരിയിൽ നിന്ന് കാശ്മീരിലേക്ക് നമ്മുടെ പ്രിയങ്കരനായ നേതാവ് ശ്രീ രാഹുൽജി നടത്തുന്ന ഒരു ജാഥയല്ല, ഇതൊരു തീർത്ഥയാത്രയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ നാടിനെ ജാതീയമായും വർഗീയമായും വേർതിരിച്ചുകൊണ്ട് ജനങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന BJPക്കും RSSനുമെതിരെയുള്ള ഏറ്റവും വലിയ താക്കീതാണ് ഭാരത ജോഡോ എന്ന ഈ മഹത്തായ മുന്നേറ്റം. ഈ യാഗാശ്വത്തെ പിടിച്ചുകെട്ടാൻ ഒരു നരേന്ദ്രമോദിയല്ല, 1000 നരേന്ദ്രമോദി വന്നാലും സാധ്യമല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ജനാധിപത്യത്തെ നിലനിർത്താനുള്ള പോരാട്ടമാണ്, മതേതരത്വത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ്, ഇന്ത്യയെ ഒരുമിച്ച് നിർത്താനുള്ള പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ മുഴുവൻ ജനങ്ങളും അണിനിരക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ നാട്ടിൽ എനിക്ക് മനസ്സിലാകുന്നില്ല, രാഹുൽജിയുടെ പദയാത്ര തുടങ്ങിയപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിക്ക് അങ്കലാപ്പുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം.
എന്തിനാണ് നിങ്ങൾ അങ്കലാപ്പുണ്ടാകുന്നത്? രാഹുൽജിയുടെ സാന്നിധ്യം പോലും നിങ്ങളിൽ അങ്കലാപ്പുണ്ടാക്കുന്നു. ഈ രാജ്യത്തെ വർഗീയതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ നിങ്ങളും ഒരുമിച്ച് നിൽക്കേണ്ടവരാണ്. സങ്കുചിതമായ നിങ്ങളുടെ രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ ഈ പദയാത്രയെ പലയിടത്തും എതിർക്കാനും ഇതിനെ മുന്നോട്ട് വരുന്നുണ്ട്. അതെല്ലാം കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. നമ്മുടെ നേതാവ് നടന്നു നീങ്ങുമ്പോൾ കോൺഗ്രസുകാർ മാത്രമല്ല ഇതിൽ അണിചേരുന്നത്, മതേതര വിശ്വാസികളായ മുഴുവൻ ജനങ്ങളും ഈ യാത്രയിൽ അണിചേരുന്നു. 4 ദിവസം ആലപ്പുഴ ജില്ലയിൽ നടന്നത് ഐതിഹാസികമായ ചരിത്രപരമായ ഒരു വരവേൽപ്പാണ് നമ്മുടെ നേതാവ് രാഹുൽ ഗാന്ധിക്ക് നൽകിയത്. അദ്ദേഹത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. Now I would like to invite our dynamic leader, Bharat Jodo Yatra leader Sri Rahul Gandhi, to address this gathering. CM Liju പരിഭാഷപ്പെടുന്ന. I'd like to start by thanking every single person who has supported this yatra, walked with us and given us love and affection. ഈ യാത്രയിൽ പങ്കാളികളാവുകയും ഈ യാത്രയെ പിന്തുണയ്ക്കുകയും അതിനെല്ലാ സ്നേഹവും നൽകിയ മുഴുവൻ ആളുകൾക്കും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. Kerala is the land of Sri Narayana Guru, of Chatambi Swamiji, of Mahatma Ayankali ji. കേരളം ശ്രീനാരായണ ഗുരുവിൻ്റെയും ചട്ടമ്പി സ്വാമികളുടെയും അയ്യങ്കാളിയുടെയും നാടാണ്. These are just not names of people. ഇത് കേവലം പേരുകളുടെ മാത്രം സാദൃശ്യമല്ല, കേവലം പേരുകൾ മാത്രമല്ല ഇത് പ്രതിദാനം ചെയ്യുന്നത്. These giants represented a certain idea. ഈ മഹാമേരുക്കൾ ഒരു പ്രത്യേകമായ ആശയത്തെ പ്രതിദാനം ചെയ്തവരാണ്. If they had not stood for those ideas, we would not be saying their name right now. ഈ മഹാന്മാരായ വ്യക്തികൾ ഈ മഹത്തായ ആശയങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടില്ലായിരുന്നുവെങ്കിൽ അവരുടെ പേരുകൾ ഇവിടെ പരാമർശ വിധേയമാകുമായിരുന്നില്ല. Lakhs of people in Kerala would not be thinking about them, speaking about them, reflecting about them. ആ മഹത്തായ ആശയങ്ങളെ അവർ പ്രതിദാനം ചെയ്തില്ലായിരുന്നുവെങ്കിൽ കേരളത്തിലെ ലക്ഷക്കണക്കിന് ആളുകൾ അവരെക്കുറിച്ച് പറയുകയും ചിന്തിക്കുകയും പരാമർശിക്കുകയും ചെയ്യുമായിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. And all of them interestingly stood for very similar ideas. വളരെ രസകരമാകുന്നത് അല്ലെങ്കിൽ താല്പര്യമുളവാക്കുന്നത് ഈ വ്യക്തിത്വങ്ങളെല്ലാം തന്നെ ഒരേ ആശയത്തിന് വേണ്ടി നിലകൊണ്ടു എന്നുള്ളതാണ്. If I ask you, would Narayana Guruji have approved of the violence in India today? ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ശ്രീനാരായണ ഗുരു അദ്ദേഹം ഇന്നുണ്ടായിരുന്നെങ്കിൽ ഇന്ത്യയിൽ നിന്ന് നിലനിൽക്കുന്ന സംഘർഷത്തെ, കലാപങ്ങളെ അദ്ദേഹം അംഗീകരിക്കുമായിരുന്നോ? There will not be a single person in this crowd who will say yes. ഈ കൂടിയിരിക്കുന്ന പുരുഷാരത്തിലെ ഒരാൾ പോലും അങ്ങനെ പറയുമായിരുന്നില്ല, പറയുകയില്ല. If I ask you, would Chatambi Swamiji say that people should attack each other, people should beat each other, you would say no, he would never say that. ചട്ടമ്പി സ്വാമികൾ ആളുകൾ തമ്മിൽ ഏറ്റുമുട്ടണം എന്ന് പറയുമോ എന്ന് നിങ്ങളോട് ചോദിച്ചാൽ ഇവിടെ കൂടിയിരിക്കുന്ന ഒരാൾ പോലും അതിനനുകൂലമായി പറയുകയില്ല എന്നതാണ് യാഥാർത്ഥ്യം. And if I ask you, would Mahatma Ayankali ji say that society should be full of hatred, division, anger, you would say no, he would never say that. മഹാത്മാ അയ്യങ്കാളി ഈ സമൂഹത്തിൽ വിദ്വേഷവും പകയും
നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുമോ എന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ പറയും ഇല്ല, നിങ്ങൾ ഒരിക്കലും അതിനെ അംഗീകരിക്കുകയില്ല. So what did these great leaders stand for? എന്തിനു വേണ്ടിയാണ്, ഏത് ആശയത്തിന് വേണ്ടിയാണ് ഈ മഹാന്മാരായ ആളുകൾ, വ്യക്തിത്വങ്ങൾ നിലപാടെടുത്തത്? They stood for respect of other people. അവർ നിലപാടെടുത്തത് പരസ്പര ബഹുമാനത്തിലാണ്. വ്യക്തികൾ തമ്മിലുള്ള പരസ്പര ബഹുമാനത്തിന് വേണ്ടിയാണ് അവർ നിലപാടെടുത്തത്. They stood for humility. അവർ നിലപാടെടുത്തത് എളിമയ്ക്ക് വേണ്ടിയാണ്. They stood for love and affection. അവർ നിലപാടെടുത്തത് സ്നേഹത്തിനും ആർദ്രതയ്ക്കും വേണ്ടിയാണ്. And that is why they are remembered in Kerala today. അതുകൊണ്ടാണ് ഇന്നും അവർ കേരളത്തിൽ സ്മരിക്കപ്പെടുന്നത്. I would like to ask you the name of one great leader who you remember, who said we should divide society, we should kill people, we should hurt people. I want to hear his name. ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഏതെങ്കിലും ഒരു മഹാനായ നേതാവുണ്ടോ ജനങ്ങൾ തമ്മിൽ കൊല്ലണമെന്നും ജനങ്ങൾ തമ്മിൽ വിദ്വേഷം പുലരണമെന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു നേതാവുണ്ടോ എന്നൊരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു. There is no such leader. അങ്ങനെ ഒരു നേതാവേ ഇല്ല, അങ്ങനെ പറയുന്ന ഒരു നേതാവില്ല. People who preached hatred, anger, destruction are always forgotten. ഏതൊരു വ്യക്തികളാണോ വിദ്വേഷത്തിന് വേണ്ടി, കലഹത്തിന് വേണ്ടി, ശത്രുതയ്ക്ക് വേണ്ടി നിലപാടെടുക്കുന്നത് അവർ വിസ്മരിക്കപ്പെടും എന്നതാണ് യാഥാർത്ഥ്യം. People who preach humility, respect, affection, love are remembered forever. ഏതൊരു വ്യക്തിയാണോ എളിമയ്ക്കും ആർദ്രതയ്ക്കും അനുകമ്പയ്ക്കും സ്നേഹത്തിനും വേണ്ടി നിലപാടെടുക്കുന്നത് അവർ എല്ലാ കാലത്തും സ്മരിക്കപ്പെടും. And they are remembered because they do a service to the people. അവർ എന്തുകൊണ്ട് സ്മരിക്കപ്പെടുന്നു എന്ന ചോദ്യത്തിന് അവർ ജനങ്ങളെ സേവിച്ചു, അവരുടെ നിലപാടുകൾ കൊണ്ട് ജനതയെ സേവിച്ചു എന്നതാണ് ഉത്തരം. They give strength to people. അവർ ജനതയ്ക്ക് കരുത്ത് നൽകി. They give courage to people. അവർ ജനതയ്ക്ക് ധൈര്യം നൽകി. And that is why they are remembered. അതുകൊണ്ടാണ് അവർ സ്മരിക്കപ്പെടുന്നത്. And today, if you look at our country, the people who are leading our country are spreading hatred and division. എന്നാൽ ഇന്ന് നമ്മുടെ രാജ്യത്തിലേക്ക് നോക്കിയാൽ രാജ്യത്തെ നയിക്കുന്നവർ ജനതയ്ക്കിടയിൽ വിദ്വേഷം പടർത്തുന്നവരാണ്. Listen to their speeches and you will find that there is not a single speech where they preach affection, love, humility. അവരുടെ പ്രസംഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കൂ. ഒരു പ്രസംഗത്തിൽ പോലും സ്നേഹവും അനുകമ്പയും എളിമയും പടർത്തുന്ന, ആ എളിമയുടെ സന്ദേശം നൽകുന്ന ഒരു പ്രസംഗം പോലും അവരുടേതായി കാണില്ല. They do not speak with humility. അവർ ഒരിക്കലും എളിമയോടെ സംസാരിക്കില്ല. They speak with utmost arrogance. അവർ എല്ലാ തവണയും ഏറ്റവും അങ്ങേയറ്റെത്തുന്ന ക്രോധത്തോടു കൂടി മാത്രമേ അവർ സംസാരിക്കൂ. And they spread hatred and anger. അവർ ജനങ്ങൾക്കിടയിൽ വിദ്വേഷവും കലഹവും പടർത്തുന്നവരാണ്. No country can succeed if it is angry, full of hatred and arrogant. ഒരു രാഷ്ട്രം അതിൽ പകയും വിദ്വേഷവും കലഹവും നിറഞ്ഞാൽ ആ രാജ്യത്തിന് ഒരിക്കലും നിലനിൽക്കാൻ സാധ്യമല്ല, ആ രാജ്യത്തിന് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. India has never been successful when it has been angry and full of hate. ഇന്ത്യ ഒരിക്കലും വിജയകരമാകുമായിരുന്നില്ല ഈ രാജ്യത്ത് പകയും വിദ്വേഷവും നിറഞ്ഞിരുന്നെങ്കിൽ ഈ രാജ്യം ഒരിക്കലും ഒരു വിജയകരമായ രാഷ്ട്രമാകുന്നില്ല. And India has never failed when it has been full of love, affection and humbleness. ഇന്ത്യ ഒരിക്കലും പരാജയപ്പെടില്ല ഈ രാജ്യത്ത് അനുകമ്പയും സ്നേഹവും പരസ്പര വിശ്വാസവും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ത്യ ഒരിക്കലും പരാജയപ്പെട്ട ഒരു രാഷ്ട്രമാവുകയില്ല. These ideas that your leaders, your great leaders like Narayana Guruji have supported and spread are the same ideas behind the Bharat Jodo Yatra. ഭാരത് ജോഡോ യാത്ര എന്ന ഈ യാത്രയുടെ ആശയം ശ്രീനാരായണ ഗുരു മുന്നോട്ട് വെച്ച മഹത്തായ ഐക്യത്തിന്റെ ആശയം തന്നെയാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. We are not abusing anybody. നമ്മൾ ആരെയും ആക്ഷേപിക്കുന്നില്ല. We are not threatening anybody. നമ്മൾ ആരെയും ഭീഷണിപ്പെടുത്തുന്നില്ല. We are walking with humility. നമ്മൾ എളിമയോടെയാണ് ഈ യാത്രയിൽ സഞ്ചരിക്കുന്നത്. And with the idea that the people of India, the people of Kerala have knowledge. ഈ ആശയത്തെക്കുറിച്ച് ഭാരതത്തിലെയും കേരളത്തിലെയും ജനങ്ങൾക്ക് നേരത്തെ തന്നെ അറിവുള്ള ആശയമാണ് ഐക്യത്തിന്റെ It is ആശയം. not easy to walk from Kanyakumari to Kashmir. കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നടക്കുന്നത് ഒരു എളുപ്പ മാർഗമല്ല. You might ask, why are you walking?
നിങ്ങളുടെ മനസ്സിലേക്ക് ആ ചോദ്യം വീഴുന്നു, എന്തിനു വേണ്ടിയാണ് നമ്മൾ Why നടക്കുന്നത്? not go by car? എന്തുകൊണ്ട് നമുക്ക് മടങ്ങിപ്പോയിക്കൂടാ? Why not sit in an air-conditioned car and go across India? ഏതെങ്കിലും AC കാറിൽ നമുക്ക് വിശ്രമിച്ചുകൂടെ? The reason is because we understand very clearly the struggle that you face every day in your life. എന്തുകൊണ്ട് സഞ്ചരിക്കുന്നു എന്നതിന്റെ മറുപടി ഈ നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം നമ്മൾ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് ഈ യാത്രയുടെ പിന്നിലെ പ്രചോദനം. And if you are going to walk on these streets, then we are going to walk on these streets with you. നിങ്ങൾ ഈ തെരുവുകളിലൂടെ സഞ്ചരിച്ചാൽ സഞ്ചരിക്കുന്നത് കൊണ്ട് ഞങ്ങളും നിങ്ങൾക്കൊപ്പം ഈ തെരുവുകളിലുണ്ട്. When the idea of the yatra first came, they said to me, the Congress seniors in the Congress said to me, we should do a yatra and we should drive from Kanyakumari to Kashmir. ഈ യാത്രയെക്കുറിച്ചുള്ള ചർച്ച ആദ്യം നടന്നപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ സീനിയർ നേതാക്കന്മാർ എന്നോട് പറഞ്ഞു, നമുക്ക് കന്യാകുമാരി മുതൽ കാശ്മീർ വരെ വാഹനങ്ങളിൽ സഞ്ചരിക്കാം എന്ന് പറഞ്ഞു. I said to them, if you want to drive from Kanyakumari to Kashmir, then I am not your man. ഞാൻ മറുപടി പറഞ്ഞു, നമുക്ക് വാഹനങ്ങളിൽ സഞ്ചരിക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ രാഹുൽ ഗാന്ധി ഈ യാത്രയ്ക്കൊപ്പം ഉണ്ടാവില്ല. But if you are serious about doing a yatra, if you are serious about sending a message to the people of India about the situation India finds itself in, then I will happily walk from one end of the country to the other. നിങ്ങൾ ഈ രാജ്യം നേരിടുന്ന ഗൗരവതരമായ പ്രശ്നങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന കാര്യത്തിൽ ഗൗരവമുള്ളവരാണെങ്കിൽ, ഈ യാത്രയെക്കുറിച്ച് നിങ്ങൾ അതീവ ഗൗരവമായി ചിന്തിക്കുന്നവരാണെങ്കിൽ, ഈ രാജ്യത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ പദയാത്രയായി നടക്കാൻ രാഹുൽ ഗാന്ധി നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന മറുപടിയാണ് ഞാൻ നൽകിയത്. Brothers and sisters, hatred, anger and arrogance has its consequences. സഹോദരീ സഹോദരന്മാരെ, വെറുപ്പ്, വിദ്വേഷം, പക, അതിനതിൻ്റെതായ പ്രത്യാഘാതങ്ങളുണ്ട്. It does not come for free. അത് വെറുതെ കടന്നു വരില്ല. The consequence of the hatred that the BJP has spread, the consequence of the arrogance of their leadership, the consequence of the division that they have created in the country can be seen by all of you. ബിജെപിയുടെ നേതാക്കന്മാർ അവർ പടർത്തിയ വിദ്വേഷം, അവരുടെ മുരടൻ സ്വഭാവം, അവരുടെ വെറുപ്പ്, അവർ പടർത്തിയ വെറുപ്പ്, പക, അതിന്റെ പ്രത്യാഘാതങ്ങൾ നമുക്ക് ഈ രാഷ്ട്രത്തിൽ കാണുവാൻ സാധിക്കും. The highest unemployment in our history. ഈ രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മ. Young Keralites, young Indians can simply not get a job. ഭാരതത്തിലെയും കേരളത്തിലെയും ചെറുപ്പക്കാർക്ക് ഇന്ന് തൊഴിൽ ലഭിക്കാനുള്ള അവസരമില്ല. Does not matter what your education is. Undergraduate, masters, PhD does not matter. You cannot get a job in this country anymore. അത് വിദ്യാഭ്യാസം ഒരു മാനദണ്ഡമേ അല്ല. PhD ഉള്ളവരാണെങ്കിലും ഡിഗ്രി ഉള്ളവരാണെങ്കിലും പ്രീ ഡിഗ്രി വിദ്യാഭ്യാസമുള്ളവരാണെങ്കിലും എല്ലാവർക്കും ഒരാൾക്കും തൊഴിലില്ല എന്നതാണ് യാഥാർത്ഥ്യം. The second richest man in the world is an Indian person. ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ധനികൻ ഒരു ഇന്ത്യക്കാരനാണ്. He owns all the airports, all the ports. He controls multiple businesses, agriculture, infrastructure. അദ്ദേഹം എയർപോർട്ടുകളെ നിയന്ത്രിക്കുന്നു, പോർട്ടുകളുടെ ഉടമസ്ഥ അദ്ദേഹത്തിനാണ്. വ്യത്യസ്തമായ ബിസിനസ്സുകളിൽ അദ്ദേഹം ഏകാധിപത്യം പുലർത്തുന്നു. Power, solar, wind, mining. He has a monopoly in practically every business in India. ഊർജം, ഖനനം, സൗരോർജം, പ്രായോഗികമായി പറഞ്ഞാൽ ഭാരതത്തിലെ എല്ലാ മേഖലകളിലും ആ മനുഷ്യന്റെ കുത്തകയാണ് നമുക്ക് കാണാൻ And സാധിക്കുന്നത്. there are 4 or 5 people like this. ഇതുപോലെ 4-5 ആളുകൾ ഇന്ത്യയിലുണ്ട്. All of them are close to the Prime Minister of India. ഈ ആളുകളെല്ലാം തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായി അടുത്ത സൗഹൃദം പുലർത്തുന്നവരാണ്. They support him fully. അവർക്ക് എല്ലാ പിന്തുണയും ലഭിക്കുന്നു. And in this environment, where we have the second richest person in the world, we cannot have jobs for our youngsters. നമ്മൾ ചിന്തിക്കേണ്ടതാണ്, ഈ സാഹചര്യത്തിൽ ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ധനികൻ ഈ നാട്ടിൽ സൃഷ്ടിക്കപ്പെടുമ്പോൾ നമുക്ക് തൊഴിൽ ലഭിക്കുന്നില്ല എന്നത് അങ്ങേയറ്റം വൈരുദ്ധ്യമാണ്.
On one side, you cannot get jobs. On the other side, you have the highest prices you have ever faced. ഒരു ഭാഗത്ത് നമുക്ക് തൊഴിൽ ലഭിക്കുന്നില്ല, അതേ സമയത്ത് തന്നെ ഏറ്റവും ഉയർന്ന വിലക്കയറ്റത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. These are consequences of the hatred, the division and the anger that they have spread in society. ഈ സമൂഹത്തിൽ പടർന്ന വിദ്വേഷത്തിന്റെയും കലഹത്തിന്റെയും രോഷത്തിന്റെയും പ്രത്യാഘാതങ്ങളാണ് വിലക്കയറ്റവും തൊഴിലില്ലായ്മയും. And our opponents from outside can see what is going on in India. നമ്മുടെ ശത്രുക്കൾ അവർക്ക് കാണുവാൻ സാധിക്കുന്നു, പുറത്തു നിന്നും ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ദുരന്തങ്ങളെ അവർക്ക് കാണുവാൻ സാധിക്കുന്നു. They can see India is divided. They can see India is full of hatred, and they can see clearly the arrogance in our leadership. അവർക്ക് പുറത്തുനിന്ന് കാണാൻ സാധിക്കുന്നു, ഇന്ത്യ വിഭജിക്കപ്പെട്ടിരിക്കുന്നു, ഇന്ത്യയിൽ വിദ്വേഷം പടരുന്നു, ഇന്ത്യയിലെ നേതാക്കന്മാരുടെ ധാർഷ്ട്യവും അവർ തിരിച്ചറിയുന്നു. So today, for the first time, we are in a situation where the Chinese have occupied thousands of kilometers of our land. നമ്മുടെ രാഷ്ട്രത്തിന്റെ ചരിത്രത്തിലാദ്യമായി ചൈനക്കാർ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ ഇന്ത്യയുടെ ഭൂമിയെ കൈവശപ്പെടുത്തിയിരിക്കുന്നു. They have entered our country and they have taken our land. നമ്മുടെ രാഷ്ട്രത്തിലേക്ക് അവർ കടന്നു കയറി നമ്മുടെ മാതൃഭൂമിയെ, നമ്മുടെ ഭൂമിയെ അവർ പിടിച്ചെടുത്തിരിക്കുന്നു. And our Prime Minister അപ്പോൾ has said publicly that nobody has entered. എന്നിട്ടും നമ്മുടെ പ്രധാനമന്ത്രി പറയുന്നു ഒരാളും ഇന്ത്യൻ മണ്ണിലേക്ക് കടന്നിട്ടില്ല എന്ന്. Our army has said that they have entered and our Prime Minister has denied it. നമ്മുടെ സൈന്യം പറയുന്നു നമ്മുടെ എതിരാളികൾ നമ്മുടെ ഭൂമിയിലേക്ക് കടന്നു കയറി, പക്ഷേ പ്രധാനമന്ത്രി അതിന് വിരുദ്ധമായ അഭിപ്രായമാണ് പറയുന്നത്. But the Chinese are sitting on Indian land the size of New Delhi. ന്യൂഡൽഹിയുടെ അത്രയും വലിപ്പമുള്ള ഇന്ത്യൻ മണ്ണിൽ ചൈനക്കാർ ആധിപത്യം ഉറപ്പിച്ചിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. This is the reality. This is the truth. ഇതാണ് സത്യം, ഇതാണ് യാഥാർത്ഥ്യം. And it is because India has been weakened. അതിന്റെ കാരണം എന്താണ്? ഇന്ത്യ ദുർബലപ്പെട്ടിരിക്കുന്നു എന്നതാണ് അതിന്റെ കാരണം. The energy of the Indian people has not been utilized. ഇന്ത്യൻ ജനതയുടെ ഊർജത്തെ ശരിയായ അർത്ഥത്തിൽ ഉപയോഗപ്പെടുത്തുന്നില്ല. They are suffering, they don't have work, and they are facing the highest prices. അവർ കടുത്ത ദുരിതം അനുഭവിക്കുന്നു, അവർക്ക് തൊഴിലില്ല, അവർക്ക് അങ്ങേയറ്റം വലിയ വിലക്കയറ്റത്തിലൂടെ അവർ കടന്നു പോകുന്നു. They are divided and they see a country that is full of hatred. ഇന്ത്യ വിഭജിക്കപ്പെട്ടിരിക്കുന്നു, നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു രാഷ്ട്രം വിദ്വേഷത്താൽ നിറഞ്ഞിരിക്കുന്നതാണ്. And the idea of the Bharat Jodo Yatra is to make it very clear that India refuses to be divided. ഈ ഭാരത് ജോഡോ യാത്രയുടെ സന്ദേശം ഇന്ത്യ വിഭജിക്കപ്പെടാൻ അനുവദിക്കയില്ല എന്നുള്ളതാണ് ഭാരത് ജോഡോ യാത്രയുടെ സന്ദേശം. India refuses to be full of hatred. ഇന്ത്യ വിദ്വേഷം പടരാൻ അനുവദിക്കില്ല. And most important, India refuses to be arrogant. ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് ഇന്ത്യ ദുഷ്ടതരം അല്ലെങ്കിൽ ധാർഷ്ട്യം ഉള്ള ഒരു രാഷ്ട്രമായി മാറാൻ നമ്മൾ അനുവദിക്കില്ല എന്നുള്ളതാണ് ഈ യാത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം. We are a humble people. നമ്മൾ ലാളിത്യമുള്ളവരാണ്, എളിമയുള്ളവരാണ്. See the difference between a humble person and an arrogant person is the humble person understands very clearly what his power is, what his position is. വിനയാന്വിതനായ ഒരു വ്യക്തിയും ധാർഷ്ട്യം നിറഞ്ഞുള്ള ഒരു വ്യക്തിയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കൂ. വിനയാന്വിതനായ വ്യക്തിക്ക് എന്താണ് അധികാരത്തിന്റെ പ്രാധാന്യം, അധികാരവും ധാർഷ്ട്യവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് ഒരു വിനയാന്വിതനായ വ്യക്തിക്ക് അറിയാം. Humble person understands very well who and what he is. വിനയാന്വിതനായ ഒരു മനുഷ്യൻ അറിയാം താൻ ആരാണ് എന്നുള്ള കാര്യം, സ്വയം തിരിച്ചറിവ് വിനയാന്വിതനായ ഒരു മനുഷ്യനുണ്ട്. An arrogant person does not understand who he is. ധാർഷ്ട്യം നിറഞ്ഞ ഒരു മനുഷ്യൻ സ്വയം ആരാണ് എന്ന് തിരിച്ചറിയുകയില്ല. And so an arrogant person takes decisions that are always going to be wrong. അതുകൊണ്ട് ധാർഷ്ട്യം നിറഞ്ഞ മനുഷ്യൻ എടുക്കുന്ന തീരുമാനങ്ങൾ എപ്പോഴും തെറ്റിലേക്ക് മാത്രമേ നയിക്കപ്പെടുകയുള്ളൂ. This country's great strength is its humility. ഈ രാഷ്ട്രത്തിന്റെ ഏറ്റവും വലിയ കരുത്ത് അതിന്റെ വിനയമാണ്, അതിന്റെ It is എളിമയാണ്, its compassion. അതാണ് ഈ രാഷ്ട്രത്തെ സ്നേഹമാണ് ഈ രാഷ്ട്രത്തിന്റെ It is the respect it has for itself and its people. ആ രാഷ്ട്രത്തിലെ ജനങ്ങളോടും സ്വയവും ഈ രാഷ്ട്രത്തിനുള്ള ബഹുമാനം നമ്മൾ തിരിച്ചറിയണം. Brothers and sisters, these are not our weaknesses, these are our strengths. എളിമയും സ്നേഹവും ഒരിക്കലും നമ്മുടെ ദൗർബല്യമല്ല, അത് നമ്മുടെ കരുത്താണ്. And using these strengths we can take on any challenge.
ഏത് പ്രതിസന്ധിയെയും ഏത് വെല്ലുവിളിയെ നേരിടുവാൻ നമുക്ക് ഈ ഗുണഗണങ്ങൾ കൊണ്ട് സാധ്യമാകും. And this is what I have learned from the people of Kerala and the people of India. ഇതാണ് ഇന്ത്യയിലെ ജനങ്ങളിൽ നിന്നും കേരളത്തിലെ ജനങ്ങളിൽ നിന്നും ഞാൻ തിരിച്ചറിഞ്ഞത്, ഞാൻ പഠിച്ചത്. So I want to thank you. Thank you for showing this to the rest of the country and to me. നമ്മുടെ രാഷ്ട്രത്തോടും എന്നോടും നിങ്ങൾ കാണിച്ച ഈ എളിമയ്ക്കും സ്നേഹത്തിനും ഞാൻ അങ്ങേയറ്റം ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. Throughout our yatra, you are supporting us with love and affection. ഈ യാത്രയിലുടനീളം സ്നേഹം കൊണ്ടും പിന്തുണ കൊണ്ടും നിങ്ങൾ എന്നെ അങ്ങേയറ്റം ഊർജം പകർന്നു നൽകി. I get up in the morning and I walk the whole day. Normally what happens is when you get up in the morning and you're walking the whole day, the first step is easy and the last step is difficult. ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നു, രാവിലെ മുതൽ വൈകുന്നേരം വരെ തുടർച്ചയായി നടക്കുന്നു. സാധാരണഗതിയിൽ എന്ത് സംഭവിക്കും? ഞാൻ പ്രഭാതത്തിൽ വെക്കുന്ന ആദ്യ ചുവടുവെപ്പ് വളരെ എളുപ്പമായിരിക്കും. എന്നാൽ അവസാനത്തെ ചുവടുവെപ്പ് അങ്ങേറ്റം കഠിനതരമായിരിക്കും. In Kerala I am faced with a mystery. എന്നാൽ കേരളത്തിൽ ഞാനൊരു വലിയ അത്ഭുതത്തെ നേരിട്ടു. I didn't understand it for 2 or 3 days. 2-3 ദിവസം എനിക്കത് മനസ്സിലായത് പോലുമില്ല. I would get up in the morning, I would walk the whole day. ഞാൻ രാവിലെ എഴുന്നേറ്റു, ദിനം മുഴുവൻ ഞാൻ സഞ്ചരിച്ചു. And then I would find that the last step of the day was easier than the first one. എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു, എന്റെ അവസാനത്തെ ഒരു യോഗം അവസാനത്തെ പാദപതനമാണ് ഏറ്റവും അനായാസകരമായി മാറിയത് എന്ന് I was a bit confused. Why is this happening? What is going on? എനിക്ക് അത്ഭുതമുണ്ടായി. ഞാൻ എന്റെ മനസ്സിൽ സംശയമുണ്ടായി, എന്തുകൊണ്ടാണ് ഈ അത്ഭുതം സംഭവിക്കുന്നത്? And I realized that what is going on is the love and affection of the people of Kerala. ഞാൻ തിരിച്ചറിഞ്ഞു, ഈ അത്ഭുതത്തിന് കാരണം കേരളത്തിലെ ജനങ്ങൾ നൽകിയ സ്നേഹവും പിന്തുണയുമാണ് ഈ അത്ഭുതത്തിന് കാരണം എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. You are supporting this yatra with love and affection. ഏവരും ഈ യാത്രയെ സ്നേഹവും പിന്തുണയും കൊണ്ട് പിന്തുണച്ചു. And you're making it much easier for us to traverse this huge distance. ഈ പിന്തുണയാണ് ഈ വലിയ ദൂരം താണ്ടി മുന്നോട്ട് വരുവാൻ ഞങ്ങൾക്ക് കരുത്ത് നൽകിയത്. And you're opening your heart to us and telling us what you feel, which is even more important. നിങ്ങൾ ഹൃദയം തുറന്ന്, ഈ യാത്രയിലുടനീളം ഹൃദയം തുറന്ന് നിങ്ങളുടെ വികാരങ്ങൾ, നിങ്ങളുടെ വിചാരങ്ങൾ ഞങ്ങളുമായി പങ്കുവെച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന കാര്യം. You're telling us what your problems are. എന്താണ് നിങ്ങളുടെ പ്രശ്നമെന്ന് നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞു. What your dreams are. നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്താണെന്ന് നിങ്ങൾ പറഞ്ഞു. What your fears are. എന്താണ് നിങ്ങളുടെ ഭീതി, ഭയം എന്താണ് എന്ന് നിങ്ങൾ പറഞ്ഞു. This is what we need. This is what we need to understand. ഇതാണ് ഈ രാജ്യത്തെ തിരിച്ചറിയാൻ ഞങ്ങൾക്ക് ആവശ്യമുള്ളതും ഇത് തന്നെയായിരുന്നു. We need to understand the wisdom in the people of Kerala. ഈ രാജ്യത്തെ, ഈ സംസ്ഥാനത്തെ ജനങ്ങളുടെ വിവേകത്തെ ഞങ്ങൾക്ക് തിരിച്ചറിയണമായിരുന്നു. So thank you for giving us that wisdom. ഈ വിവേകം ഞങ്ങൾക്ക് പകർന്നു നൽകിയതിൽ ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. Namaskar. നമസ്കാരം. ജയ് ഹിന്ദ്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടേതായ ഒരു ഉപഹാരം ആലപ്പുഴ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉപകാരം DCC പ്രസിഡന്റ് ആറന്മുള കണ്ണാടി നൽകി വഹിക്കും. Now Idukki District Congress Committee President and District Coordinator and MPC Dean Kuriakos presenting cardamom garland to Rahulji. So now, tomorrow this yatra is entering Ernakulam district. DCC President Ernakulam Muhammad Shias and District Coordinator KP Dhanabalan and also IB and MBC Roji John are receiving to Ernakulam district. Our opposition leader home district Ernakulam. Tomorrow yatra is. So Ernakulam District Congress Committee welcoming to Bharat Jodo Yatra tomorrow. I would like ഈ സമ്മേളനത്തിന് അല്ലെങ്കിൽ ഇന്നത്തെ ഈ പദയാത്രയ്ക്ക് നന്ദി രേഖപ്പെടുത്തുന്നതിന് ഇന്നത്തെ നമ്മുടെ ഭാരത് ജോഡോ യാത്രയെ ചരിത്ര സംഭവമാക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ച
പതിനായിരക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകരെ ഇടുക്കിയിൽ നിന്ന് ആലപ്പുഴയിലേക്ക് എത്തിച്ച ഇടുക്കി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയെ പ്രത്യേകമായി അഭിവാദ്യം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ സമ്മേളനത്തിന് നന്ദി പറയുവാൻ ഇടുക്കി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ കരുത്തനായ അധ്യക്ഷൻ CP മാത്യുവിനെ ക്ഷണിക്കുന്നു. Respected Rahulji, respected opposition leader Sri V.D. Sadishan, late KPCC presidents Sri Ramesh Chinnithala, Sri K. Muralidharan, Jada State Coordinator Sri Kodikkunnil Suresh MP, our beloved MP Sri Dean Kuriakos, KPCC officials, സഹോദരി സഹോദരന്മാരെ, 7-ാം തീയതി ഭാരതത്തിന്റെ തെക്കേ മണ്ണിൽ കന്യാകുമാരിയിൽ നിന്ന് ആരംഭിച്ച രാഹുൽജിയുടെ ഈ ജൈത്രയാത്ര ജനുവരി 30-ാം തീയതി ജമ്മു കാശ്മീരിൽ അവസാനിക്കുകയാണ്. വിനയാന്വിതനായി ഈ മണൽത്തരിയിലൂടെ കടന്നു വരുമ്പോൾ ജവഹർലാൽ നെഹ്റുവിന്റെയും ഇന്ദിരാഗാന്ധിയുടെയും ശ്രീപെരുമ്പതൂർ രക്തസാക്ഷിത്വം ഭരിച്ച ശ്രീ രാജീവ് ഗാന്ധിയുടെയും ഓർമ്മകൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യയിലെ ജനങ്ങളും മുൻപോട്ട് പോവുകയാണ്. വർഗീയ ശക്തികളുടെ കൈകളിൽ രാജ്യം എത്തിച്ചേർന്നപ്പോൾ രാജ്യത്തെ ഛിന്നഭിന്നമാക്കാൻ ആഗ്രഹിച്ച ശക്തികൾ സംസ്ഥാന ഗവൺമെന്റുകളെ, തെരഞ്ഞെടുപ്പുകളുടെ ജനപ്രതിനിധികളെ കോടാനുകോടികൾ കൊടുത്ത് വിലയ്ക്ക് തട്ടിമറിക്കാൻ ശ്രമിച്ചപ്പോൾ അതിന്റെ എല്ലാം മുൻപിൽ ചങ്കൂറ്റത്തോടെ വിരുമാറോടെ ഇന്ത്യയിലെ ജനകോടികളെ ചേർത്ത് പിടിക്കുന്ന ശ്രീ രാഹുൽ ഗാന്ധിക്ക് ആയിരം ആശംസകൾ ഞങ്ങൾ അറിയിക്കുകയാണ്. ഇടുക്കിയുടെ മലമടക്കുകളിൽ 5 നിയോജക മണ്ഡലങ്ങൾ, 59 മണ്ഡലങ്ങൾ, 15,000-ഓളം പാർട്ടി പ്രവർത്തകരാണ് ഇന്നത്തെ ഈ സമ്മേളനത്തിൽ അണിചേർന്നുകൊണ്ട് രാജ്യത്തിന്റെ ഭാവി വാഗ്ദാനമായ രാജ്യത്തിന്റെ ശ്രേയസ് മുൻപോട്ട് കൊണ്ടുപോകാൻ ഇവിടെ GSTയും നോട്ട് നിരോധനവും വരുത്തി ജനങ്ങളെ കഷ്ടപ്പെടുത്തുമ്പോൾ കർഷകരുടെ ദുഃഖം കാണുവാൻ കഴിയാതെ, തൊഴിലാളികളുടെ വിഷമതകൾ കാണുവാൻ കഴിയാതെ നിത്യജീവിതത്തിന്റെ പട്ടിണിയിലേക്ക് ജനങ്ങളെ തള്ളിവിടുന്ന കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്കെതിരെയുള്ള പോരാടാനുള്ള ഒരു വലിയ ശക്തിയാണ്, പോസിറ്റീവ് എനർജിയാണ് ഞങ്ങൾക്ക് ശ്രീ രാഹുൽജിയുടെ ഈ വരവിലൂടെ കഴിയുന്നത്. അദ്ദേഹത്തിന് നൽകിയ വരവേൽപ്പിന് ഈ ജില്ലയിലെയും അതുപോലെ തന്നെ അരൂർ നിയോജക മണ്ഡലത്തിലെയും ഇടുക്കി ജില്ലയിലെയും ജനങ്ങളുടെ പേരിൽ ഞാൻ പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. ബഹുമാനായ ശ്രീ രാഹുൽജി അദ്ദേഹം കടന്നു പോകുന്ന വഴികളിൽ ജനാധിപത്യ ശക്തികളുടെ ഈ ചെല്ലമായി മാറി മുൻപോട്ട് പോവുകയാണ്. ജനുവരി 30-ന് ഈ ജാഥ കാശ്മീരിൽ അവസാനിക്കുമ്പോൾ ഒരു കാര്യം സത്യമാണ്, ഡൽഹിയിലെ സിംഹാസനത്തിന്റെ കോട്ടകൾ ഇളകി ആടുന്ന അവസ്ഥാവിശേഷം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടാകും എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ സമ്മേളനത്തിൽ പങ്കുചേർന്ന മുഴുവൻ നേതാക്കന്മാരെയും ബഹുമാനായ മുൻ KPCC പ്രസിഡന്റ് ശ്രീ രമേശ് ചെന്നിത്തല, ശ്രീ K. മുരളീധരൻ, ജാഥയുടെ കോർഡിനേറ്റർ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, KPCCയുടെ ജനറൽ സെക്രട്ടറിമാർ ശ്രീ MJ ജോബ്, ബഹുമാനായ പ്രതിപക്ഷ നേതാവ്, ചരിത്രം കുറിക്കുന്ന മുന്നേറ്റത്തിലൂടെ കേരളത്തിലെ ഭരണകക്ഷിയെ മുൾമുനയിൽ നിർത്തുന്ന നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ശ്രീ V.D. സതീശൻ, MLA-മാരടക്കമുള്ള ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത മുഴുവൻ നേതാക്കന്മാർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഒരിക്കൽ കൂടി ഇടുക്കിയിൽ എത്തിച്ചേർന്ന മുൻ KPCC വൈസ് പ്രസിഡന്റ് ശ്രീ MLA, ജാഥയുടെ കോർഡിനേറ്റർ, മുൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ, മുൻ KPCC ജനറൽ സെക്രട്ടറി ശ്രീ റോയി കെ പൗലോസ്, ശ്രീ എം അഗസ്തി, ശ്രീ ഇബ്രാഹിം കുട്ടികല്ലാർ, ഞങ്ങളുടെ ജില്ല ചാർജ് വഹിക്കുന്ന ശ്രീ ജോസി സെബാസ്റ്റ്യൻ, KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S. അശോകൻ, എല്ലാത്തിനും ഞങ്ങളുടെ പ്രിയപ്പെട്ട 1.25 ലക്ഷം വോട്ടുകൾക്ക് ഇടുക്കിയിൽ നിന്നും MP ആയി ജയിച്ച് ഞങ്ങൾ ഇടുക്കിയിൽ നിന്നും പാർലമെന്റിലേക്ക് പറഞ്ഞയച്ച ശ്രീ ഡീൻ കുര്യാക്കോസ്, എല്ലാ നേതാക്കന്മാരെയും നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇടുക്കിയുടെ മലമലക്കിടത്തിലൂടെ എത്തിച്ചേർന്ന 15,000-ഓളം പാർട്ടി പ്രവർത്തകന്മാർ, അവരോടുള്ള കിടപ്പാട് എന്നെന്നും ഇടുക്കി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്കുണ്ടാകും. രാഹുൽജിയുടെ സമ്മേളനം, ഈ പദയാത്ര, ഈ ചൈത്രയാത്ര, ഈ പരിശുദ്ധ യാത്ര, ഈ സംഹാര താണ്ഡവമാടുന്ന ഭരണകൂടത്തിനെതിരെയുള്ള പോരാട്ടത്തിന് ശക്തി പകരാൻ, അദ്ദേഹത്തിന് ശക്തി പകരുവാൻ എത്തിച്ചേർന്ന ഓരോരുത്തരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്യുന്നു. അരൂർ നിയോജക മണ്ഡലത്തിലെ പാർട്ടി പ്രവർത്തകന്മാരെയും ഈ സമ്മേളനം വിജയിപ്പിക്കുവാൻ ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ സഹോദരന്മാരെയും അവരെ ഓരോരുത്തരെയും നന്ദിയോടുകൂടി
ഈ യോഗത്തിന്റെ പേരിൽ പ്രത്യഭിവാദം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു.